ഒരാൾ കൺസൾട്ടേഷൻ എടുത്തിട്ട് പറഞ്ഞത് സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് പേടിച്ചു പോയി. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നി. കാരണം ഞാൻ എൻ്റെ ക്ലാസ്സുകളൊന്നും ഒരിക്കലും അങ്ങനെ ഒരു പേടിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പേടിപ്പിച്ച് അവരുടെ സാഹചര്യത്തെ ഉപയോഗിക്കുന്ന രീതിയിലുള്ളൊരു മാർക്കറ്റിംഗ് ടൂളായിട്ടോ ഒന്നുമല്ല ആക്ച്വലി ഇത് പഠിപ്പിക്കുന്നത്. ഇത് പഠിപ്പിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു സൈഡിൽ കൂടെ ഇൻകം വരണം എന്നുള്ളത് കൊണ്ടാണ് കൺസൾട്ടേഷൻ എടുക്കുന്നത്. പക്ഷേ ഈ ക്ലാസ്സുകൾ ഞാൻ തികച്ചും ചെയ്യുന്നത് ജ്യോതിഷത്തെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്. കുറേ വർഷങ്ങളായി ഞാൻ മാസ്റ്റർ ക്ലാസ് തുടങ്ങിയിട്ട്. ഇപ്പം വർഷങ്ങൾക്ക് മുമ്പ് മാസ്റ്റർ ക്ലാസ് തുടങ്ങുന്ന എൻ്റെ ആദ്യ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ എന്താണ് നമ്മുടെ ഇൻറ്റൻഷൻ. ലോകത്തിൻ്റെ പല സ്ഥലത്തിരുന്നാലും നമുക്ക് യൂട്യൂബ് കാണാനും പറ്റും. ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് പല ജോലികൾ ചെയ്ത് പല സാഹചര്യങ്ങളിലൂടെ പോകുന്നവർക്ക് ജീവിതത്തിൽ പലർക്കും ചിലർക്ക് ആർട്ടിനോടായിരിക്കും, ചിലർക്ക് പാട്ട് പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലവർക്കാണെങ്കിൽ മ്യൂസിക് പഠിക്കാനായിരിക്കും ഇഷ്ടം. പക്ഷേ ജ്യോതിഷത്തോടും മിസ്റ്റിക്കൽ സയൻസുകളോടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒക്കൾട്ട് കാര്യങ്ങളോടും ഒക്കെ താല്പര്യമുള്ളവരുണ്ട്. ജ്യോതിഷം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീരീസ് ആണെന്ന് തുടങ്ങിയത്. പൊതുവേ പഠിക്കാൻ നമ്മൾ പണ്ട് മുതലേ വെച്ചിരിക്കുന്ന എനിക്ക് ഇതിനുള്ള യോഗ്യതയുണ്ടോ, ഇത് പഠിക്കാൻ ജാതകത്തിൽ അതിനുള്ള യോഗം വേണ്ടേ, അതുപോലെ തന്നെ ഈ സംസ്കൃതമൊന്നും എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളൊരു സെക്കൻഡറി വഴിയിലൂടെയാണ് പലപ്പോഴും നമ്മൾ അറിവുകൾ സമ്പാദിക്കാൻ നോക്കുന്നത്. കാരണം സംസ്കൃതം അറിയാത്തത് കൊണ്ട് അതിൻ്റെ ട്രാൻസ്ലേഷനായിട്ട് വരുന്ന അല്ലെങ്കിൽ കമൻട്രി ആയിട്ട് വരുന്ന ഇംഗ്ലീഷ് ടെക്സ്റ്റുകളിലൂടെ അല്ലെങ്കിൽ മലയാളത്തിലുള്ള പുസ്തകങ്ങളാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത് എല്ലാ ആൾക്കാരും. അപ്പം അതുകൊണ്ട് സംസ്കൃതം അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സംസ്കൃത ശ്ലോകം പഠിച്ചാലേ എനിക്കിത് പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരു 4-5 വർഷം, അന്ന് ഇത്രയും കൊറോണയ്ക്ക് ശേഷമാണ് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ ഇത്രയും കൂടെ എല്ലാവരുടെ ഇടയിലേക്കും വന്നത്. പക്ഷേ അതിന് മുമ്പാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഇത് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ ഭാവം എന്ന് പറയുന്നത്, അഷ്ടമം എന്ന് പറയുന്നത് വാസ്തവത്തിൽ റിയാലിറ്റിയാണ്. മരണം എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു ദിവസം പ്രപഞ്ചത്തിലുള്ള സർവ്വ വിഷയങ്ങൾക്കും ആ ഒരു ഫോമിന് ചേഞ്ച് ആവേണ്ട സമയമാകുമ്പോൾ അത് സംഭവിക്കും.